ദൈവം നമുക്ക് ധാരാളം സാധ്യതകൾ തുറന്നു തരുന്നുണ്ട്. ആ സാധ്യത നമ്മൾ എടുത്തുപയോഗിക്കണം. നാം ആയിരിക്കേണ്ട ജീവിതാവസ്ഥയിൽ നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് നമ്മിലൂടെ വെളിപ്പെടേണ്ട ദൈവത്തിൻ്റെ കരത്തിൻ്റെ ശക്തി നമ്മുടെ അലസത മൂലമോ നമ്മുടെ അശ്രദ്ധ മൂലമോ അജ്ഞത മൂലമോ അന്ധത മൂലമോ വെളിപ്പെടാതിരിക്കുന്നുണ്ടോ? നീ ആരുമായിക്കൊള്ളട്ടെ, ഒരു പുരോഹിതനോ ഒരു ശുശ്രൂഷകനോ പ്രേക്ഷിതനോ ആയിരിക്കുക, ഈ സാധ്യത ദൈവം നമുക്ക് തുറന്നു തരുന്ന സാധ്യത നാം വെളിപ്പെടുത്താതിരിക്കുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സഹോദര, ദരിദ്രന് ആഹാരം നൽകേണ്ട ദൈവത്തിൻ്റെ കരമായി മാറാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? നഗ്നത ഉടിപ്പിക്കേണ്ട ദൈവത്തിൻ്റെ കരമായി തീരാൻ നീ കൊതിക്കുന്നുണ്ടോ? കരയുന്നവരുടെ കണ്ണീര് തുടയ്ക്കാൻ ദൈവത്തിൻ്റെ കരമായി മാറാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഭവനമില്ലാത്തവർക്ക് ഭവനം നിർമ്മിച്ചു നൽകുന്ന ദൈവത്തിൻ്റെ കരമാകേണ്ടേ നമുക്ക്? വിവാഹപ്രായമായിട്ടും സമ്പത്തില്ലാത്തതിൻ്റെ മൂലം വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കരമായി തീരാൻ നിനക്കൊന്ന് ശ്രമിച്ചുകൂടെ? അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ സ്നേഹവും പ്രകടമാക്കാൻ നമുക്ക് ധാരാളം സാധ്യതകൾ ദൈവം തുറന്നു തരികയാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ദൈവ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ മക്കളിലും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.